ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് ഹന്നമിനാളെ ഒന്നാം സൽക്കാരാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഹന്നൻ്റെ വീട്ടിലൊക്കെ സൽക്കാരത്തിന് ശേഷമാണ് ഒന്നാം സൽക്കാരം കേട്ടോ. ഒന്നാം സൽക്കാരം ഹന്നമിനാളെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട് തൃപ്പഞ്ചിയാണ് വരുന്നത്, പനോളിയിൽ. ഒരു 1:30 ആയപ്പോഴാട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഒന്നാം സൽക്കാരം ഓൾറെഡി അവിടെ നിന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് അന്നായാലും ഇന്നായാലും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഒരു 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോസിലുള്ളത്. ഓല് +2 ഏതേനു, +2 കൊമേഴ്സ് ഏനി, ഇപ്പോൾ +2 കഴിഞ്ഞു. പിന്നെ ഓല് ഏത് കോളേജിൽ, ഹാഫിൽ കോളേജ് എന്തെയാണോ, ഹാഫിൽ കോളേജിലല്ല, ഓലിവിടെ വേട്ടേക്കോട് പേസിലാട്ടോ പഠിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളെല്ലാം ലേറ്റ് ആയതുകൊണ്ട് നല്ല സ്പീഡിലായിട്ട് പോയത്. കാരണം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മിന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ എല്ലാവരും റെഡിയായി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ റൈസും കാര്യങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കിയാണ്. അപ്പോൾ ഞാൻ ഫിഷ് പൊള്ളിച്ചതാകുമ്പോൾ പിന്നെ നമുക്ക് ഹെൽത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഞാൻ കഴിച്ചത്. ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് ഒന്നങ്ങോട്ട് ഡയറ്റ് ഒന്നാമത് ഫാറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ഡയറ്റ് എടുക്കാമെന്ന് നോക്കിയിട്ട്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പൊതുവേ ഒരു ഫുഡി ടീംസാണ് കേട്ടോ. കാരണം ഫുഡിനോട് ഭയങ്കര പ്രിയമുള്ള ആൾക്കാരാണ് ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും. അങ്ങനെ ചെമ്മീനും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഫിഷ് എടുത്ത് കഴിച്ചു. ഫിഷ് പൊള്ളിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. ഫിഷിനാകുമ്പോൾ വല്ലാതെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നാമത് ഡയറ്റ് നല്ല രീതിയിൽ പോകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ഇങ്ങനത്തെ ഫുഡ്സ് കഴിക്കുന്നതാണ്. കാരണം ഞാൻ ഇപ്പോൾ പുറത്ത് പോകലും ഇപ്പോൾ പരിപാടീസൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് പറ്റിയ ഫുഡ് ഞാൻ എടുത്ത് കഴിക്കലാണ്, റൈസ് ഒഴിവാക്കിയിട്ട്. ഞാൻ ഡയറ്റിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് അത് ക്ലീനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു 1.5 വീക്സൊക്കെ ആയിപ്പോൾ. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹന്നമിനാളൊക്കെ പിന്നെ ഓലെ നാത്തുമാരെ കൂടിയിട്ടാണ് വീട്ടിലിരുന്നത്. പിന്നെ നമ്മളിതാ നേരെ ഡെസേർട്ടാണ് കഴിക്കാൻ പോയത്. അപ്പോൾ പിന്നെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ബിഷ്റാത്ത് ഇതാ ഐസ്ക്രീമും പിന്നെ അതേപോലെ ക്യാരറ്റ് ഹൽവ, പിന്നെ ഇതാ നമ്മളുടെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ട് കേട്ടോ. ഹന്നക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരമുള്ള ഐറ്റംസ്. ഹന്നൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ പിന്നെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ മുന്നോളം ഒഴിവാക്കിയിനി. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു ഗുലാബ് ജാമുൻ ആയിക്കോട്ടെ, എന്ത് മധുരമുള്ള ഐറ്റംസ് ഹന്നക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എരിവുള്ള ഐറ്റംസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. മിന്നൊക്കെ അങ്ങനെയൊന്നുമില്ല, ഓളെ എല്ലാം കഴിക്കും. പിന്നെ ഹന്നയാണ് അതിൻ്റെ ആൾ. പിന്നെ നിയ, ഞങ്ങൾ കൂട്ടത്തിൽ ചങ്കെടുപ്പിലെ നിയയും ഓളും മധുരത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. അപ്പോൾ അതവിടെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ കമൻ്റ് അടിക്കട്ടെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തപ്പോഴൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ നുഫ് വളിയൊക്കെ കേട്ടോ, മീൻസ് മിന്നൻ്റെ മാപ്പിള. ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ കല്യാണം കഴിച്ചു പറയില്ലേ. അപ്പോൾ ഇത് ഓലെ ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡെസേർട്ടും കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നിട്ട്. കാരണം നമ്മൾ ഈ കുറേ ദിവസത്തിന് ശേഷം, കാരണം കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കിൽ ആയ ടൈമിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്ന് ഓരോരോ കഥകളും പിന്നെ നമുക്ക് ഒന്നാമതൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു ദിവസം ഇങ്ങനെ കൂടാം. ഒന്നാമത് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ആ തിരക്കിൽ പറഞ്ഞാൽ അവിടെ പോവുക, ഡ്രസ്സ് അടിച്ച് വാങ്ങുക, അങ്ങനത്തെ ഒരുപാട് ഭയങ്കര ബിസിയാണ്. ആ ടൈമിലൊന്നും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല. 2-3-4 ദിവസം എല്ലാവരും ഒപ്പം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആ ടൈമിൽ ഹന്ന അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടോ. ഹന്നൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അവിടെ പോയി അകത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ അമാലും ആമിനി ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അമാലുവിന് ഇപ്പോൾ 1 വയസ്സായിട്ടോ. ആമിനക്ക് 7 months ആയിട്ടുള്ളൂ. അപ്പോൾ ഇവള് ഭയങ്കര കളിയിലാണ് രണ്ടാളും കൂടി. ദൈബിനും ഇവളും കൂടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവള് ഭയങ്കര ക്വൈറ്റായിട്ടുള്ളൊരു പേഴ്സണാണ്. ഭയങ്കര എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് പെട്ടെന്ന് മിങ്കിളാവണ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ടുള്ള പേഴ്സണാണ് കേട്ടോ. പിന്നെ ഓലെ നിക്കാഹിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ എവിടെ നിന്നാണ് എടുത്തത് എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പെരിന്തൽമണ്ണ ജൊറൂച്ചിൽ നിന്നാണ് നമ്മൾ ഈ ഡ്രസ്സസൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അമ്മാൻ്റെ വീടാണ് കേട്ടത്.